ഇതെന്നാന്ന് മനസ്സിലായോ? ഇതാ ഒരു പ്രത്യേകതരം ചീരയാണ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന. ഇത് നമ്മുടെ ബിൻസീസ് ഫാമിലെ കെയിലാണ് സംഭവം. ഇത് കാഞ്ഞിരപ്പള്ളിയിൽ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ജനതായി നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ജനതായി നിന്ന് മേടിച്ചതാണേ. ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇത് കണ്ടോ, നിങ്ങൾ ശരിക്കും കണ്ടോ കെയിൽ എങ്ങനെയാണെന്നുള്ളത്? ഞാൻ ഇല എടുത്ത് കാണിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴുകിയെടുത്തതാണേ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 5-6 ഇല കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ കെയിൽ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുവാണെങ്കിൽ മേടിക്കണം കേട്ടോ. ഇത് അങ്ങനെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നിയത് ഒരു മുരിങ്ങയിലയുടെയൊക്കെ ടേസ്റ്റാണ്. പിന്നെ ഇത് തന്നെ കൂട്ടി ചോറിനാൻ ഇച്ചിരി പാടാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചാറ് കറിയൊക്കെ വേണം. സാധാരണ തോരൻ കറി തന്നെ കൂട്ടി ചോറുണ്ണാം. ഇത് ഇച്ചിരി പാടാണ്. അത് കാരണം ഇത് ഡ്രൈയാണ്, ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി തോരനെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളൊക്കെ കാണും. അപ്പം ഞാൻ അരിഞ്ഞെടുക്കട്ടെ, അരിഞ്ഞിട്ട് കാണാം. ഞാൻ അരിയുന്ന സമയം കൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ, ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചീര മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കെയിൽ ചീര. ഇനി ഇതെങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കാന്താരിമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പേ വെക്കാം, എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എണ്ണയ്ക്കകത്തോട്ടിട്ടൊന്ന് വഴറ്റാം. ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി അരിഞ്ഞത്, കാന്താരി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെക്കാം. മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കണേ. അങ്ങനെ ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ തുറന്ന് നോക്കി ഇളക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കെയിൽ തോരൻ റെഡി ആയിട്ടുണ്ട്. കെയിൽ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണോ എന്നറിയത്തില്ല. മുരിങ്ങയിലേക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും മുരിങ്ങയില തോരൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.